അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്ന മനോഹരമായ അധ്യാപനങ്ങളിൽ ഹദീസുകളിൽ ഒന്നിൻ്റെ ആശയം നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും. ഒരു വിശ്വാസി തൻ്റെ വിശ്വാസത്തെ എപ്പോഴാണ് പരിപൂർണമായി പൂർത്തീകരിക്കുന്നത് എന്നതിൻ്റെ ചെറിയ ഒരു വശത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വാക്ക്, പ്രവർത്തനം, പെരുമാറ്റം എല്ലാം ഒരാളെയും വേദനിപ്പിക്കാത്ത രീതിയിലാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിപൂർണമാകുന്നത് എന്ന്. എത്ര മനോഹരമായ ആശയത്തെയാണ് സമീപ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി നമുക്ക് ഇതിനെ ഒന്ന് ബന്ധിപ്പിച്ചു നോക്കിയാൽ, ഒരാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക, അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക, ഒരാളെ വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ആധുനിക വേർഷനിൽ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്തുകൊണ്ട് അയാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നത് എത്രമാത്രം മാരകമാണ് എന്ന് സാരം. ഒരിക്കലും നമ്മുടെ പെരുമാറ്റം ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്, നമ്മുടെ വാക്ക് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്ന മറ്റൊരു അധ്യാപനത്തിൻ്റെ ആശയം ഇതിനോട് ചേർത്തു വായിക്കാം. ഇങ്ങനെയാണ്. സ്വഹാബത്തിൻ്റെ മുമ്പിൽ തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരാണ് മുഫ്ലിസ് എന്ന്? പാപ്പരായവൻ എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പ്രതിവചിക്കുന്നു, മല്ല ദിർഹമ വല ദീനാറ, നയാ പൈസ, ദീനാറോ ദിർഹമോ കയ്യില്ലാത്തവനാണ് ഒന്നുമില്ലാത്തവൻ, പാപ്പരായവൻ, പ്രാരാബ്ധക്കാരൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൻ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതല്ല, ദുനിയാവിൽ വെച്ച് ഒരുപാട് അധ്വാനിച്ചു, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അമലുകളുടെ ഒട്ടനേകം നല്ല ഒരു വിഹിതവുമായിട്ടാണ് പരലോകത്തേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച്, ആ മനുഷ്യൻ വാക്കുകൾ കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെയോ വേദനിപ്പിച്ച ആളുകൾ, അവൻ കാരണം വേദന അനുഭവിച്ച വ്രണപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഈ മനുഷ്യൻ എന്നെ ഇന്നാലിന്ന രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞ് ഓരോരുത്തരും ആ മനുഷ്യനെ വേദനിപ്പിച്ച കഥകൾ, പ്രയാസപ്പെടുത്തിയ കഥകൾ പറഞ്ഞ് പടച്ചറബിനോട് അവൻ്റെ അമലുകളിൽ നിന്ന് ഒരു വിഹിതം, ഈ വിഹിതം കിട്ടിയാൽ ഈ ചോദിക്കുന്ന ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ മാത്രം ചാൻസ് ഇല്ല എങ്കിൽ പോലും ആ വിഹിതം കൊടുക്കുന്നയാളാണെങ്കിലോ, അമലുകളെല്ലാം ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വിഹിതം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അയാൾ നരകത്തിലേക്ക് എത്തിപ്പെടുമോ എന്ന ഭീതിതമായ അവസ്ഥയിലുമാണ്. രണ്ടു പേർക്കും അതുകൊണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക്, ചോദിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും കിട്ടാനില്ല. എങ്കിൽ പോലും അള്ളാഹു നീതിമാനാണല്ലോ, അള്ളാഹു അഹ്കമുൽ ഹാക്കിമീനാണ്, ആദിലാണ്, അതിലുള്ളവനാണ്, നീതിയുക്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ. ചോദിക്കുന്നവർക്കെല്ലാം ഈ വേദനിപ്പിച്ച മനുഷ്യനിൽ നിന്ന് വിഹിതങ്ങൾ കൊടുത്ത് അവസാനം ഒരുപാട് സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡവുമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന, പടിവാതിക്കലിൽ നിൽക്കുന്ന സമയത്ത് അവൻ കാരണം വേദന അനുഭവിച്ച ആളുകളെല്ലാം ഓരോ അമലുകളുമായി അത് വാങ്ങി അവർ ഈ മനുഷ്യനെതിരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവനാണ് യഥാർത്ഥത്തിൽ മുഫ്ലിസ്, ഒന്നുമില്ലാത്തവൻ, ഫുലൂസ് ഇല്ലാത്തവൻ എന്ന്. ഇത് ആധുനിക വേർഷനിനോട് നാം ചേർത്തി വായിക്കണം. നാം കാരണം ഒരാൾ വേദനിച്ചാൽ, നാം കാരണം ഒരാൾ പ്രയാസപ്പെട്ടാൽ, ഒരാളുടെ അഭിമാനത്തിന് വ്രണം സംഭവിച്ചാൽ പടച്ചറബിൻ്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും എന്നാലോചിക്കുക. എന്നു മാത്രമല്ല, നാം ഒരാളെ വേദനിപ്പിച്ചാൽ അതേപോലെ തന്നെ പലപ്പോഴും പലയിടങ്ങളിലായി നമുക്കും അതുപോലെ തന്നെ വേദന അനുഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു കാര്യം. നല്ലത് ചെയ്യാനും ആരെയും വർദ്ധിക്കാതെ ജീവിക്കാനും അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.